സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാമേട്ടൻ നടന്നു വരുന്ന കാണുമ്പോൾ ബാലൻ വണ്ടി നിർത്തുന്നുണ്ട്. അങ്ങനെ ബാലൻ ഓട്ടോക്കാരന് പൈസ ഒക്കെ കൊടുത്ത്, നീ എന്താ ബാല പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ കോയമ്പത്തൂർക്ക്? ഇല്ല, ഞാൻ ബസ്സിൽ കയറി ഇരുന്നതാണ് രാമേട്ട. ആ സമയത്താണ് ഡീലർ വിളിക്കുന്നത്, ഈ ആള് സ്ഥലത്തില്ല, അടുത്ത മാസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഒരുപാട് സന്തോഷമായി. ഞാൻ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചു വന്നതാണ്. അത് ശരിയാണ് ബാല, നീ ഇല്ലാണ്ട് അവർ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. കാരണം നീ ഒരു സ്ഥലത്തേക്കും അങ്ങനെ പോക്കില്ലല്ലോ. അതന്നെ ബാലേട്ടാ, ഗോമതിക്കും അതുപോലെ തന്നെ ആനന്ദിനും ആകാശിനും ഒക്കെ നല്ല വിഷമമുണ്ട്. ആര്യനും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അതെ ബാല, എല്ലാവരും നീക്ക് നിന്റെ അതൊക്കെ നിന്റെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. രാമേട്ടൻ എങ്ങോട്ടാണ്? കടയിൽ പോകണം, ലോഡ് ഇറക്കി വയ്ക്കാനുണ്ട്, പിന്നെ അവിടെ കുറച്ച് അടക്കാൻ ചിട്ടപ്പെടുത്താനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ചയും രാമേട്ടന് കടയിൽ പോകണമല്ലോ. അതെന്റെ ലോകമല്ലേ ബാല എന്ന് പറഞ്ഞപ്പോൾ അതെ, കടയ എൻ്റെ ലോകം തന്നെയാണ് രാമേട്ടാന്ന് ബാലനും പറയും. ആ സമയത്ത് നമ്മുടെ ബാലേട്ടനോട് രാമേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് ഇതിനെ ദേവമംഗലം എന്ന് പറഞ്ഞൊരു ലോകമില്ലേ, കാത്തിരിക്കാൻ നല്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഭാര്യയും അനുസരിക്കാൻ മാത്രം അറിയുന്ന മക്കളൊക്കെ നിനക്കില്ലെന്ന് വെച്ചപ്പോഴുണ്ട് രാമേട്ട. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് നമ്മുടെ സന്തോഷത്തോടെ തന്നെ അവരോട് മനസ്സ് നിറഞ്ഞൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി, നീ പൊക്കോ, നീക്ക് ഓട്ടോ വിടണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാമേട്ടൻ പോവും. ബാലൻ നടന്നു പോകുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ദേവമംഗലത്ത് കാണിക്കുന്നത് അനുശ്രീ മൈക്കൊക്കെ എടുത്ത് പറയുന്നുണ്ട്, അച്ഛനില്ലാത്ത ഈ അവസരം നമ്മൾ മുതലാക്കുകയാണ്. അച്ഛൻ ഈ നാളെ വരുന്നത് വരെ നമ്മൾ നടിച്ചു പൊളിക്കും. മിമിക്രി, പാട്ട്, ഡാൻസ്, ഭക്ഷണം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ അനു പറയുന്നുണ്ട്. അങ്ങനെ റോഡിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അനുവിന്റെ സൗണ്ട് നമ്മുടെ ബാലൻ കേൾക്കുന്നുണ്ട്. അനുശ്രീയുടെ സൗണ്ടാണല്ലോ ഇതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ വാതിലുമ മുട്ടാൻ പോകുമ്പോൾ അകത്തുനിന്നുള്ള ചിരിയും കളിയൊക്കെ കേട്ടപ്പോൾ ബാലൻ വാതിലുമ മുട്ടില്ല. പിന്നീട് ഒരു ജനൽ തുറന്നെടുക്കുന്നുണ്ടാവും. അങ്ങനെ ആ ജനൽ തുറന്ന് ജനലിന്റെ സൈഡിൽ കൂടെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ഞെട്ടി നിൽക്കണ് കാണുന്നത്. എല്ലാവരും ഓരോന്ന് പറഞ്ഞ് കളിക്കിന് ചിരിക്കിന്. അതുപോലെ തന്നെ ധർമ്മം പറയുന്നുണ്ട്, ഗോമതി സ്റ്റോഴ്സിന്റെ ഉടമ ബാലൻ എന്ന സിംഹത്തിനെ അനുകരിച്ച് ആര്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ആര്യൻ വെള്ളം കൊണ്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് നരപ്പിച്ച് ഒരു ചൂരലായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അനുശ്രീയോട് പറയുന്നുണ്ട്, അനുശ്രീ നീ IAS ഇല്ലാണ്ട് ഈ പടി കയറി വരുന്ന നീ വിചാരിക്കേണ്ട, നിന്നെ ഞാൻ അടിച്ചു ഓടിക്കുന്നൊക്കെ പറഞ്ഞ് അനുശ്രീയുടെ ചെവി നുള്ളുന്നുണ്ട്. പിന്നീട് ഗോമതി എന്ന് വിളിക്കുമ്പോൾ ഗോമതി പെട്ടെന്ന് ബാലേട്ടനോട് വിളിയേക്കണ പോലെ തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആനന്ദിനോടും ആനന്ദിന്റെ ടിഫിൻ ബോക്സിൽ ഇത്തിരി കൂടെ ചോറിടണം, നീ ഇങ്ങനെ ഒന്നും തിന്നാൻ പറ്റില്ല മോനെ, നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, നീ ജോലി എടുക്കണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരി അച്ഛാന്ന് പറഞ്ഞ് ആനന്ദും അവരെ കൂട്ടത്തിൽ കൂടുന്നുണ്ട്. അങ്ങനെ ആനന്ദും അതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബാലന് സഹിക്കാൻ പറ്റുന്നില്ല. ബാലന് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും ആര്യൻ ഓരോ വാക്കുകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അച്ഛനില്ലാത്തത് കൊണ്ട് ഇന്ന് സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലന് വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. അവരോട് ഒരേ വാക്കും ബാലൻ കണ്ണീരോട് നിന്ന് കേൾക്കണത്. ബാലൻ പോകാൻ തന്നെ പോയിരിക്കുള്ളൂ. ആ സമയത്ത് പിന്നീട് ഡാൻസൊക്കെയാണ് കാണിക്കുന്നത്. ഗോമതിയും അതുപോലെ തന്നെ ഗോമതിനോട് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ പറയും, പക്ഷേ എല്ലാവരും കൂടി കളിക്കാന്ന് പറയും. അങ്ങനെ ആനന്ദിനായിട്ടും ആകാശിനായിട്ടും ധർമ്മനായിട്ടും മീനാക്ഷിയൊക്കെ ആയിട്ടൊക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഗോമതിയും ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ ബാലന് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ബാലൻ ഇങ്ങോട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ പിന്നൊരു കാര്യം കൂടെ ബാലൻ കേൾക്കുന്നുണ്ട്. മട്ടൻ കറി കൂട്ടി വിഭവസമൃദ്ധമായ ഊണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഊണ് കഴിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. നല്ല സന്തോഷത്തോടെ എല്ലാവരും വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴും ബാലന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ ജിലേബി വിതരണുണ്ട്. ജിലേബി അതും ഇതുപോലെ തന്നെ കാക്കാക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ എല്ലാവരും വാരിക്കൊണ്ട് പോകണ കണ്ടപ്പോഴും ബാലൻ അവിടെ നിൽക്കാൻ തന്നെ തോന്നില്ല. ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ബാലൻ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. തിരിഞ്ഞിട്ട് പിന്നെയും ഗേറ്റ് എത്തുമ്പോൾ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. കണ്ണീര് തുടച്ചു നിൽക്കുന്ന ബാലനെ നമ്മുടെ ഇന്ദിരാമ്മ കാണുന്നുണ്ട്. ഗോമതിരമ്മയ്ക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. ബാലൻ ഗോമതിരെ അമ്മനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് ഫോൺ വിളിക്കുന്നുണ്ട് ബാലൻ. നമ്മുടെ രാമേട്ടനെ വിളിക്കും. രാമേട്ടൻ കടയിലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാല എന്ന് പറയുമ്പോൾ പോകല്ലേ, ഞാൻ വരുന്നുണ്ടെന്ന് പറയും. നീ വീട്ടിലേക്ക് പോകണില്ലെന്ന് വെച്ച്, ഇല്ല ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ ബാലൻ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. അവിടെ ചെല്ലിനേക്കാൾ മുന്നേ മിത്രയുടെ ഫോണിലേക്ക് മിഥുൻ വിളിക്കുന്നുണ്ട്. നീ പോയി വന്നു വെച്ചപ്പോൾ ഞാൻ വന്നു, ഞാൻ ഇവിടെ ഉണ്ട്. എവിടെയെന്ന് വെച്ചപ്പോൾ നിന്റെ വീടിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞേ. അങ്ങനെ മുകളിലൂടെ നോക്കി വന്ന് നോക്കുമ്പോൾ കാണുന്നത് മിഥുൻ അവിടെ നോക്കുന്നത് ഫോൺ ചെയ്യുന്നത് മിത്രനോട്.
ഞാൻ നീ വിവാഹ കാര്യം വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ കയറി വരുന്നപ്പോൾ നീ ഭ്രാന്ത് കാണിക്കല്ലേ, നീ ഇപ്പോൾ ഇവിടുന്ന് പോയെന്നൊക്കെ പറഞ്ഞ് മിഥുനെ ഓടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മിഥുൻ പോകുന്നില്ല. അലോകാണെങ്കിൽ ഉമ്മർത്ത് വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു പന്തി കേട് തോന്നി അലോക് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിൽക്കണ ആരാടാ, നീ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ നിന്റെ വീട്ടിലല്ലേ നിൽക്കണേ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമുണ്ടാ, ഞാൻ റോട്ടിലാണ് നിൽക്കണം, നിന്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അടിയും പിടിയും ഉന്തും തല്ലൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞ് മിഥുൻ ഭ്രാന്തെടുത്ത പോലെ ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് കടയിൽ ചെന്നിരുന്നിട്ട് ബാലന്റെ മുഖം കാണുമ്പോൾ വിഷമം തന്നെയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. രാമേട്ടനാണെങ്കിൽ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഒന്നുമില്ല ബാല, ഒന്നുമില്ല, എനിക്ക് കുറച്ചു നേരം കടയിൽ ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ബാലേട്ടനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. രാമേട്ടൻ പുറത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കും, നീ പറയടാ, ഇതുവരെ നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയണല്ലേ, ഇതിനു മുന്നേ പല കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താ ഇത് മാത്രം നിനക്ക് പറയാത്ത, നീ എന്തുകൊണ്ട് എന്നോട് മനസ്സ് തുറക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല രാമേട്ട, എനിക്ക് രാമേട്ടനോട് ഒളിച്ചേക്കാനൊന്നുമില്ല, ഞാനെല്ലാം പറയുന്നുണ്ട് എന്ന് പറയാം. എന്നാ പറയ്, എന്താ സംഭവിച്ചത്? നീ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? വീട് പൂട്ടിട്ടിരിക്കുകയായിരുന്നോ? അതുകൊണ്ടാണോ നീ ഇങ്ങോട്ട് പോന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, അല്ല രാമേട്ട, അവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാനൊരു സംഭവമാണെന്ന്. എന്തായാലും ഞാനില്ലെങ്കിൽ ദേവമംഗലം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാനില്ലെങ്കിൽ ഞാനിനി ദേവമംഗലം ഭരിക്കുന്നത്, അതുപോലെ ഞാനാണ് ഈ ലോകം ഭരിക്കുന്നതെന്നൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായി രാമേട്ട. അതൊക്കെ ഇന്നത്തോടുകൂടി പോയി എന്ന് പറഞ്ഞപ്പോൾ നീ എന്താണ് പറയുന്നത്, നീ തെളിച്ച് പറയടാന്ന് പറയും. പിന്നീട് നമ്മുടെ ദേവമംഗലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും ഇടാണ്ട് നമ്മുടെ രാമേട്ടനോട് പറയുന്നുണ്ട് ബാലൻ. പറയുമ്പോൾ ഇങ്ങനെ കരയാണ് ചെയ്യുന്നത്. രാമേട്ടൻ ഇതെല്ലാം കേൾക്കുമ്പോൾ അതിശയാവും. അതിനുശേഷം കോമഡി ഇങ്ങനെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാമേട്ടൻ പറയും, നീ ഇത്രയ്ക്ക് പൊട്ടനാണോ ബാല? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്, എനിക്ക് അങ്ങോട്ട് പോകാനാണ് തോന്നുന്നത്. ഒരു ദിവസം അവർ സന്തോഷിച്ചെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്, നീ ഇങ്ങനെ ഇപ്പം ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ എനിക്കത് ഒരുപാട് വിഷമമായി. ഞാൻ വിചാരിച്ച് ഞാൻ പോയാൽ ഗോമതിയും മക്കളൊക്കെ വിഷമിക്കുന്നു. പക്ഷെ അവരെല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിയ പോലെ പെരുമാറാണ് ചെയ്യുന്നത്. എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഈ വാക്ക് കേട്ടിട്ട് എനിക്ക് ചിരിന് വരും. എനിക്ക് അവരുടെ കൂടെ പോയി കളിക്കാനും ചിരിക്കാൻ തോന്നുന്നടാ. ഒരു മാഷ് ഒരു കുട്ടീനെ ഒരുപാട് അടിക്കും. പിന്നീട് ആ കുട്ടി നന്നാവുമ്പോൾ ആ കുട്ടി പറയും, ഞാൻ ആ മാഷ് കാരണം നന്നായതെന്ന് പറയും. അതുപോലെ ഇനി നിന്റെ അവസ്ഥ. അതിൽ നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ നീ സന്തോഷിക്കുകയും ചെയ്യേണ്ടത്. നീ ഇവിടുന്ന് മാറി നിൽക്കാണ്ട് നീയും കൂടി അവരെ കൂടെ പോയി കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് ഇന്നത്തെ ദിവസം ആഘോഷമാക്കേണ്ടതല്ലേ എന്ന് വെച്ചപ്പോൾ വേണ്ട, എന്നെ കണ്ട അവരുടെ ആഘോഷം കുറയും, അതുകൊണ്ട് ഞാൻ പോണില്ല, ഞാൻ ഇന്ന് രാമേട്ടൻ്റെ വീട്ടിൽ നിന്നോളാം, നാളെ മംഗലാപുരത്ത് നിന്ന് വരുന്ന പോലെ ഞാൻ നാളെ വരുന്നത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, നിന്റെ ഇഷ്ടമല്ലാതെ ഞാൻ എന്ത് പറയാനെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാമേട്ടൻ ബാലനെ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ രാമേട്ടൻ്റെ മുന്നിൽ നിന്നൊരു കുഞ്ഞിനെ പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പൊട്ടിക്കറിയുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.